രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ സുരക്ഷാ ക്രമീകരണം ശക്തമാക്കി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ചില പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നീക്കങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇതിനിടെ മണിപ്പൂരിൽ CRPF ജവാന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സഹപ്രവർത്തകരുടെ എണ്ണം 2ആയി. ഒരു സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളുമാണ് കൊല്ലപ്പെട്ടത്. വിശദാംശങ്ങളുമായി ബി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. സ്ഥിതിഗതികൾ ശാന്തമല്ലേ? അവസ്ഥ എന്താണിപ്പോൾ? മോത്തി, നിലവിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ ശാന്തമാണ്. പക്ഷേ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ വൈകിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ ഈ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നടത്തുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ രാഷ്ട്രപതി ഭരണത്തിനെതിരെ പ്രതിഷേധ സമരങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു തരത്തിലും അത് സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന്, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് രഹസ്യാന്വേഷണ ഏജൻസികളും മണിപ്പൂർ പോലീസും ഇപ്പോൾ ചില പ്രമുഖ നേതാക്കളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിൻ്റെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഈ നിരന്തരം വിലയിരുത്തലുകൾ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ഈ മണിപ്പൂരിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന, അതായത് നിലവിൽ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു CRPF കോൺസ്റ്റബിൾ തൻ്റെ 2 സഹപ്രവർത്തകർക്ക് നേരെ വെടി ഉതിർത്തത്. അതിൽ ഒരു സബ് ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും തൽക്ഷണം മരിച്ചു. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിനെ സംബന്ധിച്ചപ്പോൾ CRPF വിശദമായ പരിശോധന നടത്തി വരികയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർണ്ണമാണ് സാഹചര്യം. സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത്. മോത്തി. ശരി ബാലഗോപാൽ.